വളരെ സിമ്പിളായിട്ട് ഒന്നാമത്തെ ഒരു പ്രാർത്ഥനയാണ്. വളരെ ലളിതമായ ഒരു പ്രാർത്ഥന. ഞാൻ വെറുതെ ഒന്ന് പാടി കേൾപ്പിക്കാം. അശ്വതിയൊക്കെ ഇവിടെയുണ്ട്. എൻ്റെ ഈണം നിങ്ങൾക്ക് എടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കൊരു നല്ല ഈണം ഉണ്ടാവണം. കാരണം പാട്ടുകൾ പഠിപ്പിക്കുമ്പോൾ ആ പാട്ടിൻ്റെ ഈണവും താളൊക്കെ ഉണ്ടാവണം. പ്രാർത്ഥന. ചെമ്പഴന്തി കുടിയിലുദിച്ചു ചെമ്പൊൽ താരം ഗുരുദേവൻ, ചെന്താമങ്ങും നിൻ തിരുരൂപം ചേതസിലെന്നും തെളിയേണം, ചേതനയെന്നു ഉണർത്തേണം, നാവിലുദിക്കണമേ നിന്നാമം ശ്രീനാരായണ ഗുരുദേവ, നല്ലവരാകാൻ നന്മകൾ ചെയ്യാൻ നാഥ നൽവരമേകണമേ, നിത്യം നീ തുണയാകണമേ. ഒന്നാം ക്ലാസ്സിലാണ് വളരെ സിമ്പിളായിട്ട് ഒന്നാം ക്ലാസ്സിനെ കുറിച്ച് ആദ്യം പഠിക്കുന്ന പ്രാർത്ഥനയാണ്. ഏതാണ്? അതിനകത്ത് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സ്ഥലം ഏത്? ആദ്യത്തെ വരിയിൽ പറയുന്നുണ്ട്. ഏതാണ്? ചെമ്പഴന്തി കുടിയിലുദിച്ചു. എവിടെ ഉദിച്ചത്? ചെമ്പഴന്തിയിലെ ഒരു കൊച്ചു മൺകുടിലാണ്. ചെന്താർ മങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ചെന്താർ മങ്ങും നിൻ തിരുരൂപം. ഏതാണ്? നിന്റെ ദിവ്യ സ്വരൂപം. അപ്പൊ അത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മനസ്സിൽ ഒരു കവിത ഓർമ്മ വരണം. ഏതാണ്? ഗുരുപാദ ദശകം. അതിനകത്ത് കുമാരാശ പറയാം, ചെന്താർ മങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം. അപ്പൊ ശരിക്കും ആ ചെന്താർ മങ്ങുന്ന രൂപമാണ് ഗുരുവിൻ്റെതെന്ന് പറഞ്ഞ മഹാകവി ആരാണ്? കുമാരനാശാൻ. കേട്ടോ? അപ്പൊ ഒരു പാഠം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ ഈ 6 വരെ പഠിപ്പിക്കാൻ എത്ര ഒരു മാസം ചിന്തിക്കല്ലേ? ഒറ്റ 2 ആഴ്ച കൊണ്ട് പഠിച്ചിരുന്ന ആളുകളുണ്ട്. മലയാളികളിൽ എങ്ങനെ സംഭവിച്ചതാ? പുസ്തകം അങ്ങോട്ട് കൊടുത്ത് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞില്ല. ഒരു 2 മാസം കഴിഞ്ഞ് ഇതേ പാഠം തീർന്നു, ഇനിയിപ്പോ എന്നാ പുസ്തകം വരുന്നത്? അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഒരു പുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ അനുബന്ധ സാമഗ്രികൾ ഉണ്ടാവണം. ഇപ്പൊ കുമാരനാശാന്റെ ഗുരുപാദ ദശകം എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ചെന്താർ മങ്ങുന്ന രൂപമാണ് ഗുരുവിൻ്റെതെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ചെന്താർ മങ്ങുന്ന രൂപമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവന്റെ രൂപം എങ്ങനെയുള്ളതാണെന്നുള്ള തോന്നൽ ആരുടെ മനസ്സിലുണ്ടാവണം? നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് നമ്മൾ പറയണം ശ്രീനാരായണ ഗുരുദേവന്റെ ആ സൗന്ദര്യത്തെ കുറിച്ച്, ആ രൂപത്തെ കുറിച്ച്, അല്ലെ? ചെന്താർ മങ്ങുന്ന, ചെന്താർ എന്ന് പറഞ്ഞാൽ ചെന്താർ ചുമന്ന പൂവ്, ചെന്താർ ചുമന്ന പൂവ്, ചെം എന്ന ചുവപ്പ്, താര് പൂവ്, ചെന്താർ ചുമന്ന പൂവ്, ചുമന്ന പൂവ് പോലെ അത് മങ്ങിപ്പോകുന്ന മുഖശോഭയാണ്, അല്ലെ? ഇപ്പൊ ചുമന്ന പൂവിന് മങ്ങലേൽക്കുന്ന തരത്തിൽ ഉള്ള സൗന്ദര്യം ആർക്കുണ്ടായിരുന്നു? മുഖ സൗന്ദര്യം ആർക്കുണ്ടായിരുന്നു? ഗുരുണ്ടായിരുന്നു. ചേതന നയനയുഗം ചാരു നെറ്റിത്തടം നൽ പൊൻതാരിൻ കാന്തി പൊങ്ങും സ്വർണ്ണ പുഷ്പത്തിന്റെ സൗന്ദര്യം ഉയർത്തുന്ന ആരാണ്? രോമാളിയോട് കൂടുന്ന ശരീരത്തിന്റെ നിറം, സ്വർണത്തിന്റെ നിറം. അപ്പൊ ഗുരുദേവന്റെ നിറം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പ്രതിമയുടെ നിറമല്ല, അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ഫോട്ടോയുടെ നിറമല്ല. അതിനപ്പുറത്ത് സ്വർണ്ണവർണ്ണമാർന്ന നിറമായിരുന്നു. അത് പറഞ്ഞാൽ നന്നായിട്ട് വായനാശീലമുള്ള ആളുകൾക്ക് CR കേശവൻ വൈദ്യരുടെ ആ ഗുരുവിനെ കുറിച്ചുള്ള വർണ്ണനയിൽ പറയുന്നുണ്ട്. കേശവൻ വൈദ്യർ പറയുന്ന ഒരു സന്ദർഭം എന്താ പറയുമ്പോ, ഈ ഗുരുദേവനെ അടുത്ത് കാണുമെന്ന് കേശവൻ വൈദ്യർക്ക് തോന്നി. അപ്പൊ എന്ത് ചെയ്തു? ഒരിക്കൽ ഇടപ്പാടിയിലേക്ക് ഗുരുദേവൻ പോകുന്ന വഴിക്ക്, അപ്പൊ ഇടപ്പാടി എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് ഉത്തരക്കാർക്ക് എളുപ്പമായിട്ട് പഠിപ്പിക്കാൻ, ശരിയല്ലേ? ഇടപ്പാടിയിൽ ഒരു പ്രതിഷ്ഠയുണ്ട് ഗുരുദേവന്റെ. ഏത് പ്രതിഷ്ഠ? ആനന്ദ ഷൺമുഖ ക്ഷേത്രം. അപ്പൊ അങ്ങോട്ടുള്ള അമ്പലത്തിലേക്ക് പോണ വഴിയില് വൈദ്യര് ഗുരുവിനെ കാണാൻ ഇങ്ങനെ 2 വരിയായിട്ട് ആളുകൾ അടുത്ത് നിന്നു. അപ്പൊ ഈ ക്യൂവിന്റെ ഒരതിരില്ല നിൽക്കുന്നത്, കാരണം തൊട്ടടുത്ത് കാണാൻ വേണ്ടിയാണ്. അങ്ങനെ നോക്കിയപ്പോ ഗുരു ഇങ്ങനെ വരുന്ന ഗുരുവിന്റെ കാലിലാണ് നോട്ടമേറ്റത്. ആ കാലിലെ നോട്ടമേറ്റപ്പോഴാണ് മനസ്സിലായത് സ്വർണ്ണവർണ്ണമുള്ള പാദങ്ങൾ, വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പിന്റെ നിറമാണ്. ആർക്ക്? ശ്രീനാരായണ ഗുരുദേവന്റെ ദേഹത്തിന്റെ നിറം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതായത് ഒരു സംഗതി കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത് ബന്ധിപ്പിച്ച് നമുക്ക് ആ വിഷയത്തെ വലുതാക്കാനുള്ള ശീലം ആർക്കുണ്ടാവണം? അധ്യാപകരുണ്ടാവണം. അപ്പൊ അങ്ങനെ പറയാം. പിന്നെ ഗുരുദേവന്റെ ആ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ഒരു ട്രെയിൻ യാത്രക്കിടെ ഒരു രാജാവിന് കുറെ നമ്പൂതിരിമാർക്ക് ഒരു സംശയം ഉണ്ടായത്. എന്ത്? പേരെന്താണ്? നാരായണൻ. ജാതിയിൽ ആരാണ്? കാരണം ജാതി നിറം കണ്ടു കഴിഞ്ഞാൽ ഉയർന്ന ജാതിയാ. പക്ഷെ അതുകൊണ്ടാണ് സംശയം തീർക്കാൻ വേണ്ടി നാരായണൻ നായരെന്നോ നാരായണ കുറുപ്പെന്നോ പറയാതെ നാരായണ പേരിൽ എന്താണ്, അന്ന് ജാതി ഏതാണ്? അപ്പൊ ഗുരു ചോദിച്ചെന്താണ്? കണ്ടാൽ എന്ത് തോന്നും? അപ്പോ രാജാവ് പറഞ്ഞു, കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഗുരു ചോദിച്ചു, കണ്ടിട്ട് മനസ്സിലാവാത്തവരോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ വരിയെ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ
ഉണ്ടാവണം. എന്നുവെച്ചാൽ വെറും കൈയോടെ ഒരു അധ്യാപകൻ ഒരിക്കലും ക്ലാസ് മുറിയിലേക്ക് പോകാൻ പാടില്ല. പലപ്പോഴും ചെയ്യുന്ന എന്താണ്? ഇന്നലെ പഠിപ്പിച്ച അടം വരെയാണ് ക്ലാസ് ചിത്രയുന്നത്. ഇന്നലെ പഠിപ്പിച്ച അടം വരെയാണ്. ഞാനൊരു അധ്യാപകനായിട്ട് എനിക്കറിയാം. ഇന്നലെ പഠിപ്പിച്ച അടം വരെ പിള്ളേർ 17ാമത്തെ പേജ്, ശരി 18ാമത്തെ പേജിൽ എടുത്തേക്കാം എന്നാണ്. അപ്പൊ 17ാമത്തെ പേജിൽ ഒരു സാറ് പഠിപ്പിച്ച അവിടെ പറയുമ്പോൾ അരണ കടിച്ചാൽ ഉടൻ മരണം എന്നൊരു ഒരു വാർത്തത്തിൽ പറഞ്ഞു. അപ്പൊ അരണ കടിച്ചാൽ ഉടൻ മരണം. അപ്പൊ സാർ അവിടെ വരെ അന്നത്തെ ബെല്ലടിച്ചു. അപ്പൊ സാർ അദ്ദേഹം കേട്ടല്ലോ, അരണ എന്ന് പറഞ്ഞ ജീവിയെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം അത് കടിച്ചു പോയാൽ അപ്പൊ തന്നെ വിഷമൊക്കെ. അതുകൊണ്ട് നമ്മൾ ദയവേദി ഈ അരണ പുറത്തുനിന്ന് കയറാൻ പോലൊക്കെ പഠിപ്പിച്ച് നാളെ അതിന്റെ ഹോംവർക്ക് കൊടുത്തു, പിറ്റേ ദിവസം രാവിലെ ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കി എടുത്തു എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഈ അരണ കടിച്ചാൽ ഉടൻ മരണം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അടുത്ത പേജിലാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പാഠത്തെ നല്ല ധാരണയോടെ വേണം ക്ലാസ്സിലേക്ക് പോകാൻ. മനസ്സിലായോ? അപ്പൊ ചെന്താരം ചുമന്ന് ഞാൻ പറയുമ്പോൾ ഒരു അധ്യാപകന്റെ കഥകളോ പറയാം. സാറന്മാർ നമ്മൾ തയ്യാറായില്ലെങ്കിലുള്ള കുഴപ്പമാണ്. ഈ ഒരു സാറ് ക്ലാസ്സിൽ കുമാരനാശന്റെ വീണപ്പൂ പഠിപ്പിക്കാം. പുഷ്പമേ അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിടുന്നതൊരു രാഖി കണക്കെ എന്ന് പറയാൻ പറ്റി. അതിനകത്ത് രണ്ടാമത്തെ കണിയാണ്. ലാളിച്ചു പെറ്റലത എൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വച്ചു തന്നെ അല്ലെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി ധാരാട്ട് ആലാപമാർന്നു മലരെ ദലമർന്നറിയുന്നൊരു ഭാഗമാണ്. അപ്പൊ സാറ് നേരാൻ വേണ്ട ഡിക്ഷണറി നോക്കിയിട്ടില്ല. എല്ലാവരും ഒരു കാര്യം പറഞ്ഞോട്ടെ, മലയാളത്തിന്റെ ഒരു ഡിക്ഷണറി മേടിക്കണം കേട്ടോ. മലയാളത്തിന്റെ അർത്ഥം നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മലയാളത്തിന്റെ വാക്കുകളുടെ അർത്ഥം ഓരോന്ന് എഴുതി പഠിച്ചിട്ടേ പോകാവുള്ളൂ. പിള്ളേർ ചോദിക്കും എന്നതാണ്. അപ്പൊ ഈ സാറ് ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ പൂ ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് വർദ്ധിച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം എടുക്കുകയാണ്. ലാളിച്ചു പെറ്റലതയൻകൊടു ശൈശവത്തിൽ സാറിന് അറിയത്തില്ല. ലത എന്ന് പറഞ്ഞ എന്താണ്? സാറ് പള്ളിച്ചെടിയാണല്ലോ ലത നിർദ്ദേശിക്കുന്നത്. സാറിന് വ്യാഖ്യാനിക്കാൻ. പക്ഷെ സാറന്മാര് തെറ്റ് സമ്മതിക്കരുത്. സാറന്മാരാരാ ബാക്കിയെന്ന് അറിയാമോ? സാർ പറഞ്ഞു ലാളിച്ച് പെറ്റലത. ആരാ പറ്റത്? ലത പറ്റും. എങ്ങനെ പറ്റൂ? സാധാരണ നൊന്തു പറ്റുന്ന ഇത് ലാളിച്ച് പറ്റുന്നേ. എന്നിട്ടോ എപ്പ പറ്റും? ശൈശവത്തിലേ. ഒരു പെണ്ണ് ശൈശവത്തിൽ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് നല്ലൊരു മലയാളം ഡിക്ഷണറി എല്ലാവരുടെയും കയ്യിലുണ്ടാവണം. എന്നിട്ട് വേണം ഇതുമായിട്ട് നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. അപ്പൊ ശരിക്കും നമുക്ക് വരാം. അപ്പൊ ഈ എന്താണ്, ഒരു വാക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട അനന്തര വ്യാഖ്യാനങ്ങൾക്കുള്ള വശം എന്തുണ്ടാവണം? നിക്ഷേപം നമ്മുടെ കയ്യിൽ ഇട്ടോണ്ടേ പോകാവുള്ളൂ. അപ്പൊ ഓരോ വരിയും വായിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന കഥകൾ, സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ നമ്മുടെ നോട്ട്ബുക്കിൽ കുറിച്ചുകൊണ്ട് പോകണം. അതിന് സ്കൂളിൽ ഞങ്ങൾ പറഞ്ഞ ടീച്ചിങ് മാനുവൽ എന്നാണ്. ഇവിടുത്തെ ബാലവേദയോഗത്തിന്റെ എല്ലാ അധ്യാപകർക്കും ഒരു ടീച്ചിങ് മാനുവൽ ഉണ്ടാവണം. നിങ്ങൾ ഈ പാഠം എടുക്കണം. ആ പാഠത്തിന്റെ വാക്കുകൾ, അതിന്റെ അർത്ഥം, ആ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റിയ സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ ഒക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് പോകാനായിട്ട്. എന്നിട്ട് പറയുകയാണ്, ചെന്താ മങ്ങുന്ന നിന്റെ തിരുരൂപം എന്റെ ചേതസിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ ബുദ്ധിയിൽ, എന്റെ മനസ്സിൽ തെളിയണം. എന്നിട്ട് തെളിയുമ്പോ എന്തുണ്ടാവുന്നു? ചേതന ഉണരും. ചേതന എന്ന് പറഞ്ഞാൽ ചേതന, ബോധം അല്ലെങ്കിൽ ബുദ്ധി. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ സ്വരൂപം നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചു കഴിയുമ്പോൾ, മനസ്സിൽ തെളിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉണരും. നമ്മുടെ മനസ്സിൽ വലിയ ചിന്തകൾ ഉണ്ടാവും, മാറ്റങ്ങളുണ്ടാവും, ഹൃദയത്തിന് വെളിച്ചമുണ്ടാവും. അത് കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കും. മനസ്സിലാവുന്നല്ലോ? അത് കഴിഞ്ഞ് പറയാം, നാവിലുദിക്കണമേ നിന്നാമം, നാവിലുദിക്കണമേ നിന്നാമം. നിന്റെ നാമം എന്റെ നാവിൽ ഉദിക്കണം. എന്തിനാ? നല്ലവരാകാൻ, നന്മകൾ ചെയ്യാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ നാമം ചൊല്ലുന്നവർക്ക് സ്വാഭാവികമായിട്ട് നന്മയുള്ള ഒരു കുട്ടിയായി മാറാൻ സാധിക്കും. പിന്നെയോ നന്മ ഉള്ളിലും വേണം, നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കണം. നാഥ നൽവരമേകണമേ. ഞാൻ ആ പ്രാർത്ഥനയുടെ ഓരോ വരി ചൊല്ലിത്തരാം, നിങ്ങളൊന്ന് കൂടെ ചൊല്ലിക്കൊള്ളു. ചെമ്പഴന്തി കുടിലുദിച്ചു, ചെമ്പഴന്തി കുടിലുദിച്ചു, ചെമ്പൊൽ താരം ഗുരുദേവൻ, ചെമ്പൊൽ താരം ഗുരുദേവൻ. ചെന്താർ മങ്ങും നിൻ തിരുരൂപം, ചെന്താർ മങ്ങും ചേതസിലെന്നും തെളിയണം, ചേതനയെന്നും ഉണർത്തേണം. ചെമ്പഴന്തി കുടിലുദിച്ചു, ചെമ്പൊൽ താരം ഗുരുദേവൻ,
ചെമ്പഴന്തി കുടിയിലുദിച്ചു ചെമ്പൊൻ താരം ചെന്താ മങ്ങും നിൻ തിരുരൂപം ചേതസിലെന്നും തെളിയണം ചേതനയെന്നും ഉണർത്തേണം ചെന്താ മങ്ങും നിൻ തിരുരൂപം ചേതസിലെന്നും തെളിയണം നാവിലുദിക്കണമേ നിൻ നാമം ശ്രീനാരായണ ഗുരുദേവ നാവിലുദിക്കണമേ നിൻ നാമം നല്ലവരാകാൻ നന്മകൾ ചെയ്യാൻ. അപ്പൊ ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയുന്നതിൽ ഈ പ്രധാനപ്പെട്ട നമുക്ക് നാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? നല്ല ആളുകളായി മാറുക, നന്മകൾ ചെയ്യുക. നല്ലവരാകാൻ നന്മകൾ ചെയ്യാൻ നാഥ നൽവരമേകണമേ നിത്യം നീ തുണയാകണമേ. കൊച്ചുകുട്ടിയുടെ ഭാഷയല്ലേ, പിള്ളേർക്ക് ചൊല്ലാൻ പാടില്ലേ? 1ാം ക്ലാസ്സിലെ എല്ലാവരും. അപ്പൊ ഇതിനകത്ത് താഴെ പറഞ്ഞില്ലേ, ഇനി വേറെ ചോദ്യം. താഴെ പറയുന്നത് ഗുരുദേവന്റെ വീടിനെ ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? കൊട്ടാരം, കുടില്, ബംഗ്ലാവ്. ഏതിനാണ്? കുടിലിനോടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഗുരുവിന്റെ മഹത്വത്തിൽ ഒന്നാണ് ഏത്? ഈ കുടിൽ എന്നുള്ളത്. കാരണം ആ കുടിൽ ഇന്നുമുണ്ട്. അത് കണ്ടിട്ടുള്ളവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ ഗുരുദേവന്റെ കുടിലിന്റെ ഒരു ചിത്രം കയ്യിലുണ്ടെങ്കിൽ അത് കാണിക്കാം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ച് ഗുരുദേവന്റെ വീടിന്റെ മഹത്വം. ഇന്നും ചാണകം മെഴുകിയ 3 മുറികളുള്ള വളരെ ചെറിയ ഓല മേഞ്ഞ ആ കുടിലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഗുരുദേവൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരേണ്ടത്? നല്ലവരാക്കി മാറ്റുക, നന്മകൾ ചെയ്തു തരിക, പിന്നെ നിന്റെ ദിവ്യ സ്വരൂപത്തെ എന്റെ മനസ്സിലേക്ക് എന്നും കാണിച്ചു തരിക. ഈ ചോദ്യോത്തരങ്ങളൊക്കെ കാണാതെ പഠിക്കണം എന്ന് വാശി പിടിക്കേണ്ടതില്ല കേട്ടോ. അതൊക്കെ ആ പഠിപ്പിച്ചു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് കൊടുത്തു പോയാൽ മതി. ഒരിക്കലും നിങ്ങൾ പിള്ളേരെ ഇതിന്റെ പേരിൽ അടിക്കാനോ ശിക്ഷിക്കാനോ പാടില്ല. കാരണം അവനൊരു ചിന്തയുണ്ട്, ആഴ്ചയിൽ 5 ദിവസം ക്ലാസ്സിൽ പോയി സാറിന്റെ അടി, പിന്നെ ആരോഗ്യ ടീച്ചർ പറയാം എന്റെ ആവശ്യമില്ലെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ പരമാവധി സ്നേഹിച്ച് വശത്താക്കി നിർത്താനേ ശ്രമിക്കാവുള്ളൂ. ഒരിക്കലും കുട്ടികളെ ശിക്ഷിച്ചുകൊണ്ട് നന്നാക്കാം എന്ന് കരുതിയേക്കണം.